അങ്ങനെ തലയിണ സൂത്രം എന്ന് പറയുന്ന ഒരു ടാസ്ക് നടന്നു കഴിഞ്ഞു. സത്യത്തിൽ ആ ഒരു ടാസ്ക് വെച്ചത് തന്നെ ഈ പറയുന്ന ഹാപ്പി കപ്പിൾസ്, അവരുടെ ആ ഒരു ഹാപ്പി കപ്പിൾസ് എന്ന് എഴുതിയ ഒരു പില്ലോ അവിടെ കൊണ്ടുവന്ന് അവരെ അവിടെ എൻട്രി ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു പ്രൊമോഷൻ തന്നെയായിരുന്നു. പക്ഷേ ഇതൊന്നും പറയാനല്ല ദൈവമേ, എനിക്കിത് പറയേണ്ടി വന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ് ജീവൻ. കാരണം ശരിക്കും അനുമോളുടെ കയ്യിൽ തന്നെ ഒരു അബദ്ധം പറ്റി. അനുമോൾ ശരിക്കും തന്ത്രപരമായിട്ട് അതിനെ ഡീൽ ചെയ്യണമായിരുന്നു. ബാത്റൂമിൽ കയറി ഇരുന്നാൽ ആരും കാണില്ല എന്നുള്ളത് അനുമോളുടെ തെറ്റാണ്. ഈ ആഴ്ച അനുമോൾക്ക് ലാലേട്ടന്റെ വക കിട്ടാനുള്ള ഒരു സംഭവം ആ ടാസ്കിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അനുമോൾ നന്നായി ടാസ്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും അത് അനുമോളുടെ കുറ്റമായിട്ടെങ്ങാനും ലാലേട്ടൻ പറയാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പൊ ഈ ഹാപ്പി കപ്പിൾസിന്റെ ഭാഗമായിട്ട് ഗസ്റ്റുകളായി രണ്ടുപേര് വന്നപ്പോൾ, അതാരോ ആയിക്കോട്ടെ, അവർ വന്നപ്പോൾ അനുമോൾ അത്ര അങ്ങോട്ട് ആരടുത്തും മിണ്ടിയില്ല, എൻഗേജ് ചെയ്യാതെ മാറിപ്പോയി. നൂറേനെ ആദിലേനെയും വിളിച്ച് ആദിലയെ എന്തൊക്കെയോ പറഞ്ഞ് ബാത്റൂമിനകത്ത് കയറ്റി. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ മറ്റേ അനുമോള് കരയുമ്പോഴും ടെൻഷൻ അടിക്കുമ്പോഴും വിഷമിക്കുമ്പോഴും ഇങ്ങനെ ചുണ്ടു വെച്ച് ഇങ്ങനെ ആക്കും, എന്നിട്ട് ഇങ്ങനെ തട്ടും ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് നന്നായിട്ട് ആ ബാത്റൂമിൽ നിന്ന് കേട്ടു. പിന്നെ ആ ഒരു സൗണ്ട് മാത്രമല്ല, പുള്ളിക്കാരി പറഞ്ഞു തുടങ്ങിയതിനകത്ത് ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുള്ളൂ. എൻ്റെ ജീവിതം നശിപ്പിച്ച ആളാണ് എന്നുള്ള രീതിയിൽ ഒരു വാക്ക് മാത്രം കേട്ടു. പിന്നെ എല്ലാം ഭയങ്കര ഹസ്കി വോയിസിൽ അടക്കം പറഞ്ഞാണ് സംസാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇത് ലാലേട്ടൻ ഇത് അവിടെ സംസാരിക്കാൻ ചാൻസ് കുറവാണ്. കാരണം ഇത് അനുമോളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും എക്സ് ബോയ് ഫ്രണ്ട് ആണ് എന്ന് അനുമോള് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന് തുല്യമാണ്. ഇതൊരു വലിയൊരു ഗോസിപ്പ് ആകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അത്രയ്ക്ക് അത് വേണ്ടായിരുന്നു. അതിനെയൊക്കെ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോൾ ഇനി ബാത്റൂമിനകത്ത് കയറി ഇരുന്നാലും മൈക്ക് നിങ്ങൾ മാറ്റി വെച്ച് സംസാരിച്ചാലും ശരി, ഇതും എല്ലാവരും കേൾക്കും കേട്ടോ. ഇനി എങ്ങാനും ആരെങ്കിലും ബിഗ് ബോസിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ കാര്യം നിങ്ങൾ എന്തായാലും കേട്ടിരുന്നോ അറിഞ്ഞിരുന്നോ, എങ്ങനെയെങ്കിലും നിങ്ങളതൊന്നും പഠിച്ചു വെച്ചേരെ. നിങ്ങൾ എന്ത് ചെയ്താലും ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഹാപ്പി കപ്പിൾസിന്റെ പ്രൊമോഷനായിട്ട് ജീവനൊക്കെ അവിടെ വന്നപ്പോൾ അവരുടെ അടുത്തേക്ക് ക്യാമറ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് അനുമോളുടെ ഫേസിലോട്ട് തന്നെ ക്യാമറ ഫോക്കസ് ചെയ്തു. അനുമോള്, നൂറ, ആദില ഇവർ മൂന്നുപേരും ആ ബാത്റൂമിൽ കയറി കരയുന്നത് അവിടെ ഒരാളുമില്ല, ആ ഒരു ഏരിയയിൽ ആരുമില്ല. എന്നിട്ടും അവിടെ തന്നെ ക്യാമറ ലൊക്കേറ്റ് ചെയ്തു. ഇവർ അതിനകത്ത് എന്ത് പറയുന്നു എന്നുള്ളത് നമ്മളെ കേൾപ്പിക്കാൻ തന്നെയാണ് അത് ചെയ്തത്. വേണമെങ്കിൽ ഈ ഒരു പാർട്ട് ബിഗ് ബോസിന് കളയാമായിരുന്നു, പക്ഷെ ബിഗ് ബോസ് അത് ചെയ്തില്ല. സോ ഇതൊരു എന്താ പറയാ, അനുമോള് പറഞ്ഞില്ലേ അന്ന് ബിഗ് ബോസിന് റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ന്. ഇപ്പൊ ദാണ്ട ബിഗ് ബോസ് തന്നെ ബിഗ് ബോസിന് റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അനുമോളുടെ ഒരു റിയൽ ഇമോഷനെ ബിഗ് ബോസ് തന്നെ എടുത്ത് പുറത്ത് കാണിച്ചിരിക്കുകയാണ്. ഇത് ഒരിക്കലും അനുമോള് കരുതിയിട്ടില്ല. അനുമോള് ആ ബാത്റൂമിനകത്ത് പോയി ആരും അറിയാതെ ആദിലടുത്ത് മാത്രം പറഞ്ഞിട്ട്, ആദിലടുത്ത് നൂറെടുത്ത് മാത്രം ഷെയർ ചെയ്തിട്ട് പുറത്തിറങ്ങി വന്ന് ലിവിങ് ഏരിയയിൽ വന്നിട്ട് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ പിടിച്ചിരിക്കുകയാണ്. അനുമോൾ അക്കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു കൊടുത്തു. അതുപോലെ തന്നെ അനുമോള് പോലത്തെ ഒരു പെൺകുട്ടിക്ക് സത്യത്തിയല്ല, പെൺകുട്ടി എന്ന് പറയുന്നില്ല, ഇനി അത് പറഞ്ഞെന്നും പറഞ്ഞിട്ട് എന്നെ ഇനി ഓരോന്ന് പറയും. അനുമോളെ പോലത്തെ ഒരു സ്ത്രീക്ക് ശരിക്കും പറഞ്ഞാൽ ഇമോഷൻസ് അങ്ങനെ സപ്രസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പിടിച്ചു വെക്കാനൊന്നും കഴിയത്തില്ല. അവര് ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കും, കളിക്കാൻ തോന്നിയാൽ കളിക്കും, കരയാൻ തോന്നിയാൽ കരയും. അതേ കണക്കുള്ള ഒരാളാണ്, കരയ്ക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും ശരി, ഈ ഒരു സീൻ അത് എന്താ പറയാ, അത് എങ്ങനെ ബിഗ് ബോസ് അത് പോർട്രേ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫണ്ണായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം ഇത് മനഃപൂർവ്വം ബിഗ് ബോസ് അന്ന് ആ അനുമോള് പറഞ്ഞതിന് പകരം ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ ഇനി ബിഗ് ബോസിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എൻ്റെ ചാനൽ അടിച്ചു പോകും എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ തംബ്നെയിൽസിന് ഫോട്ടോസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയ്ക്കകത്ത് പലരും പറയാറുണ്ട്, നിങ്ങളെ കാണിക്കേണ്ട, നിങ്ങളുടെ മുഖം കൊള്ളില്ല, നിങ്ങൾ ഫോട്ടോസ് യൂസ് ചെയ്യുക, ബിഗ് ബോസിന്റെ ആ ഒരു സിറ്റുവേഷന്റെ ഫോട്ടോസ് യൂസ് ചെയ്യാൻ. എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് വോയിസ് ഓവർ മാത്രം ചെയ്യാൻ ഇഷ്ടമാണ്. കാരണം ഞാനും വലിയ കോൺഫിഡൻ്റ് ഒന്നും അല്ല എൻ്റെ ഫേസ് ഇങ്ങനെ കാണിച്ച് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ എൻ്റെ വോയിസ് ഓക്കെ, ഞാൻ അത് പറയാൻ ഞാൻ ഭയങ്കര ആക്റ്റീവാണ്, അല്ലെങ്കിൽ എനിക്ക് അതിനകത്ത് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഞാൻ പറയുന്നത് എനിക്ക് തോന്നിയ ആ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ആ ഫോട്ടോ യൂസ് ചെയ്താൽ കോപ്പിറൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളും വരും, പിന്നെ ചാനൽ പൂട്ടി പോകണോ, ചാനൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ ഫോട്ടോസ് കാണിക്കാമായിരുന്നു. അപ്പോൾ ഏതായാലും ശരി, ഇതിങ്ങനെ പറയുന്നത് കൊണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ബിഗ് ബോസ് ഇത് കട്ട് ചെയ്യാമായിരുന്നു, ബിഗ് ബോസ് ഇത് കാണിക്കാതിരിക്കാമായിരുന്നു. അനുമോളുടെ ഒരു പേഴ്സണൽ ഇമോഷൻസ് ഇത് ബിഗ് ബോസിന്റെ ഒരു ഗെയിം ആക്കിയോ ടാസ്ക് ആക്കി എടുക്കേണ്ട കാര്യമൊന്നും ഇല്ല, ഒരു കോണ്ടന്റ് ആക്കി എടുക്കേണ്ട കാര്യം ഇല്ലായിരുന്നു. ഏതായാലും ശരി, എന്തായാലും സംഭവിച്ചു പോയി. ഇതിനി എപ്പിസോഡിൽ കാണിക്കുമോ ലൈവിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്നുള്ളത് ഇന്ന് എപ്പിസോഡ് കണ്ടതിന് ശേഷം പറയാൻ പറ്റും. അപ്പോൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ ആ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായിട്ടുണ്ട്. അത് എക്സ് ബോയ് ഫ്രണ്ട് ആണോ, ഫ്രണ്ട് ആണോ, ഒരു പഴയ ഫ്രണ്ട് ആണോ, പഴയ സുഹൃത്താണോ, ഇപ്പോഴത്തെ സുഹൃത്താണോ എന്നൊക്കെ ഉള്ളതിന് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. സോ കമന്റ് പ്ലീസ്. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.